എം വിൻസെന്റ് എംഎൽഎക്കെതിരെ പരാതി നൽകിയ വീട്ടമ്മയ്ക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ അസഭ്യ വർഷം. പരാതിക്കാരിയുടെ വീടിന് മുന്നിൽ സംഘർഷമുണ്ടായി. അതേസമയം പരാതിക്കാരിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നു. എസ് ജീവൻകുമാർ ചേരുന്നു. ജീവൻ, എന്താണ് സംഭവിച്ചത്? അരുൺ, തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശിയായ എംഎൽഎക്കെതിരെ പരാതി നൽകിയ വീട്ടമ്മയുടെ മൊഴിയെടുക്കുന്നതിനാണ് പോലീസ് സംഘം ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പ് ബാലരാമപുരത്തെ വീട്ടിലെത്തിയത്. ഇവിടെ നിന്നും വളരെ നിർണായകമായ തെളിവായ പീഡനം നടന്ന ദിവസം അവർ ധരിച്ചിരുന്ന വസ്ത്രവും മറ്റു അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നിന്നും റിക്കവർ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ആവശ്യമായിട്ടാണ് പോലീസ് ഡിവൈഎസ്പി ആർ ഹരികുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉയർന്ന സംഘം, അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയ ഹരികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാലരാമപുരത്തെ വീട്ടിലെത്തിയത്. എന്നാൽ ബാലരാമപുരത്തെ വീട്ടിലെത്തിയ പോലീസ് വളരെ കുറച്ച് പോലീസുകാർ മാത്രം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 30-ൽ താഴെ പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വളരെ വേഗമാണ് പ്രദേശത്ത് ഇവർ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ ഒരു സംഘം സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് ആദ്യം സംഘർഷം ആരംഭിച്ചത്. കേട്ടാലറയ്ക്കുന്ന അസഭ്യവർഷവുമായി അവർ ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്ന് റോഡിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ഇപ്പോഴും സ്ത്രീക്ക് നേരെ അസഭ്യ വർഷം ചൊരിയുകയാണ്. സ്ത്രീകളടക്കമുള്ളവരാണ് നേതൃത്വം നിൽക്കുന്നത്. ഒരു വിഭാഗം നാട്ടുകാരുടെ നേതൃത്വത്തിൽ എന്ന പേരിലാണ് ഇവർ സംഘടിച്ചിരിക്കുന്നത്. അവർ കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ ഏതാണ്ട് 400ഓളം ആളുകൾക്ക് മുകളിൽ ആളുകൾ ഈ വീടിനടുത്ത് ഇവിടെ ഉണ്ട്. പോലീസ് പല സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാരെ ഇപ്പോൾ ഇവിടേക്ക് ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. വലിയ ഒരു സംഘർഷാവസ്ഥയ്ക്ക് സമാനമായ അവസ്ഥ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അരുൺ, ഈ നിരന്തരമായി ഇങ്ങനെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്, പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാകുന്നുണ്ടല്ലോ ജീവൻ. നെയ്യാറ്റിൻകര ആശുപത്രിയിൽ, താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ ആശുപത്രിയിലേക്ക് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വിൻസെന്റിനെ മെഡിക്കൽ പരിശോധനയ്ക്ക്, വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ജില്ലാ ജയിലിലേക്ക് അതിക്രമിച്ച് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസിനെ തന്നെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. നിരന്തരമായി ഇങ്ങനെ പ്രകോപനം സൃഷ്ടിക്കുകയാണോ ഇവർ? അരുണ, സ്വാഭാവികമാണ്. കാരണം ഈ പ്രദേശത്തെ അവരുടെ ഏറ്റവും പ്രധാന നേതാവാണ് എം വിൻസെന്റ്, KPCയുടെ സെക്രട്ടറിയാണ്. കൂടാതെ ജില്ലയിൽ ഒരുപക്ഷെ ഏറ്റവും അധികം കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു പ്രദേശം കൂടിയാണ് നെയ്യാറ്റിൻകരയിലെ ബാലരാമപുരം പ്രദേശം. സ്വാഭാവികമായും അത്തരത്തിലൊരു നേതാവ് പോലീസിന്റെ കസ്റ്റഡിയിലാവുകയും പീഡനം പോലെയുള്ളൊരു കേസിലാവുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകൾ വൈകാരികമായി പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇത്തരത്തിലൊരു പീഡനം ഉയർന്നു വന്ന ഘട്ടത്തിൽ പോലും അതിനെ ന്യായീകരിക്കാനായി ഒരു തരത്തിലുള്ള നാണവുമില്ലാതെ ആളുകൾ രംഗത്ത് വരുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജനപിന്തുണ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്രയുമൊക്കെ ആയിട്ടും തങ്ങൾക്ക് ഇത്രയും അധികം ജനപിന്തുണ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ ആളുകൾ ഇപ്പോൾ ഇവിടെ സംഘടിച്ചെത്തിയിരിക്കുന്നത് എന്നത് വ്യക്തമല്ല. എന്തായാലും അതിൽ പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമവും അവരുടെ ഭാഗത്തുണ്ട്. ഇവിടെ നിൽക്കുന്നവർ കരിങ്കല്ല് ഒപ്പം ചീമുട്ട എന്നിവ കയ്യിൽ കരുതിയിട്ടുണ്ട് എന്നതാണ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നത്. മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രമാണുള്ളത്. കൈരളി TV, കൈരളി വാർത്താ സംഘം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. വാർത്ത അറിഞ്ഞ് മറ്റുള്ളവർ കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് നേരെയും സ്വാഭാവികമായും അതോടൊപ്പം സ്ത്രീക്ക് നേരെയും പോലീസിന് നേരെയും പോലീസുകാർ നേരെ ഇവരുടെ മുന്നിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇവരെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന. അവരിപ്പോഴും വലിയ ബഹളം വെച്ചുകൊണ്ട് റോഡിൽ നിൽക്കുകയാണ്. ആരും എസ് ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകിയത്. വീട്ടമ്മയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ റിമാൻഡിലായ എം വിൻസെന്റിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിലും നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതി നാളെ വിധി പറയും. അതേസമയം വിൻസെന്റിനെതിരായ രേഖകൾ പ്രതിഭാഗത്തിന് നൽകാൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടു. തുടരന്വേഷണത്തിന്റെ ഭാഗമായി MLA 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം എന്നായിരുന്നു പോലീസിന്റെ ആവശ്യം. എം വിൻസെന്റ് MLA നാളെ നേരിട്ട് ഹാജരാക്കാനും കോടതി ഉത്തരവിട്ടു. അന്തസ്സുള്ള സംഘടനയാണ് എങ്കിൽ വിൻസെന്റിനെ രാജിവെപ്പിക്കണം എന്ന് VS അച്യുതാനന്ദൻ. കേസിൽ ഗൂഢാലോചന ഉണ്ട് എന്ന വാദം വിൻസെന്റിനെ രക്ഷിക്കാനുള്ള നാണം കെട്ട ശ്രമമാണ് എന്നും VS പറഞ്ഞു. അന്തസ്സുള്ള സംഘടനയാണെങ്കിൽ ആ സംഘടനയിൽ
പെടുന്ന ആളുകളെ സംബന്ധിച്ച് ഇതേപോലുള്ള ചീത്ത അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അതിന് എതിരായിട്ടുള്ള കർശനമായ നടപടി സ്വീകരിക്കാൻ ആ സംഘടനയുടെ ബാധ്യതയല്ലേ അത് സ്വീകരിക്കുക എന്നുള്ളത്. സ്വന്തം അനുയായിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നാണം കെട്ട അഭിപ്രായങ്ങൾ പറയുകയാണ്. നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കും എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചു. നടിയെ ആക്രമിച്ച സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചു എന്ന് വിലയിരുത്തിയ കോടതി ദിലീപിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും നിരീക്ഷിച്ചു. ഹൈക്കോടതി ഹർജി തള്ളിയ സാഹചര്യത്തിൽ ദിലീപ് ആലുവ സബ് ജയിലിൽ റിമാൻഡിൽ തുടരും. 12 പേജുള്ള വിധിന്യായത്തിൽ ദിലീപിനെതിരെ കടുത്ത നിരീക്ഷണങ്ങളും പരാമർശങ്ങളും കോടതി നടത്തിയിട്ടുണ്ട്. കുറ്റകൃത്യത്തിൽ ദിലീപിന് പങ്കാളിത്തമുണ്ടെന്ന് സംശയിക്കുന്നതിന് ശക്തമായ തെളിവുകളുണ്ടെന്ന് കോടതി വിലയിരുത്തി. അന്വേഷണം പൂർത്തിയാക്കാത്ത സാഹചര്യമാണ്. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകിയാൽ വലിയ സ്വാധീനമുള്ള പ്രതി തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമിക്കും. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദവും കോടതി അംഗീകരിച്ചു. ക്രൂരമായ കുറ്റകൃത്യമാണ് നടന്നതെന്ന് കോടതി വിലയിരുത്തി. നടിയെ ആക്രമിച്ച സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചു. കൃത്യത്തിൽ ദിലീപിനെതിരായ തെളിവുകൾ നിരത്താൻ പ്രോസിക്യൂഷന് സാധിച്ചതായും കോടതി കണ്ടെത്തി. ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഫോണും മെമ്മറി കാർഡും കണ്ടെത്താനുണ്ട്. ഭാവിയിൽ ഇത് പുറത്തുവന്നാൽ ഇരയുടെ ജീവിതത്തെ അത് ബാധിക്കുമെന്ന നിരീക്ഷണവും വിധിന്യായത്തിലുണ്ട്. അപ്പുണ്ണിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ഇയാൾ ഒളിവിലാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. ഇക്കാര്യവും കോടതി പരിഗണിച്ചു. അന്വേഷണം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ജാമ്യം നൽകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ദിലീപ് ആലുവ സബ് ജയിലിൽ റിമാൻഡിൽ തുടരും. ആദ്യ റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിനാൽ നാളെ ദിലീപിനെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയോ സാഹചര്യം മാറിയ ശേഷം ഹൈക്കോടതിയെ തന്നെ സമീപിക്കുകയോ ആണ് ഇനി ദിലീപിന് മുന്നിലുള്ള പോംവഴി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദിലീപിന്റെ കൈവശം 6 ഏക്കർ 67 സെന്റ് മിച്ചഭൂമിയുള്ളതായി രേഖകൾ. ദിലീപ് 55 ഇടപാടുകളിലായി 21.67 ഏക്കർ ഭൂമി സമ്പാദിച്ചു. രജിസ്ട്രേഷൻ വകുപ്പ് ശേഖരിച്ച രേഖകളിലാണ് ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ ഉള്ളത്. ഭൂപരിഷ്കരണ നിയമപ്രകാരം ഒരു കുടുംബത്തിന് കൈവശം വെക്കാൻ കഴിയുക 15 ഏക്കർ ഭൂമി മാത്രമാണ്. ഭൂമി ഇടപാടിൽ ദിലീപിന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചതായും സൂചനയുണ്ട്. ദിലീപിനെതിരെ റവന്യൂ വകുപ്പ് മിച്ചഭൂമി കേസ് രജിസ്റ്റർ ചെയ്തില്ല. സംസ്ഥാനത്തെ 5 ജില്ലകളിലായി ദിലീപ് നടത്തിയ ഭൂമി ഇടപാടിൽ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് 6 ഏക്കർ 67 സെന്റ് മിച്ചഭൂമി കൈവശം വച്ചിരിക്കുന്നതായാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. ദിലീപിന്റെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച് രജിസ്ട്രേഷൻ വകുപ്പ് സമാഹരിച്ച രേഖകൾ പ്രകാരമാണ് ഒരാൾക്ക് കൈവശം വയ്ക്കാൻ നിയമപരമായുള്ള ഭൂപരിധിക്ക് മുകളിൽ ഭൂമിയുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യർ, ദിലീപ്, മകൾ എന്നിവരടങ്ങിയ കുടുംബത്തിന്റെ കൈവശം നിലവിൽ 21.67 ഏക്കർ ഭൂമിയാണ് രേഖകളിൽ ഉള്ളത്. 1963 ഭൂപരിഷ്കരണ നിയമപ്രകാരം ഒരു കുടുംബത്തിന് പരമാവധി കൈവശം വയ്ക്കാനുള്ള ഭൂപരിധി 15 ഏക്കറാണ്. അളവിൽ കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ നിയമത്തിലെ 120A പ്രകാരം റവന്യൂ വകുപ്പ് ഭൂമി മിച്ചഭൂമിയായി കണക്കാക്കണം. മാത്രമല്ല, റവന്യൂ വകുപ്പ് ഈ വിവരം സബ് രജിസ്ട്രാറെ അറിയിക്കുകയും വേണമെന്നാണ് ചട്ടം. ദിലീപിന്റെ കാര്യത്തിൽ റവന്യൂ വകുപ്പ് ഈ നടപടികൾ സ്വീകരിച്ചില്ല എന്നു മാത്രമല്ല, താലൂക്ക് ലാൻഡ് ബോർഡിൽ മിച്ചഭൂമി കേസ് രജിസ്റ്റർ ചെയ്യാനും നാളിതുവരെ തയ്യാറായിട്ടില്ല. ദിലീപിന്റെ നിയമവിരുദ്ധ ഭൂമി ഇടപാടുകൾക്ക് റവന്യൂ വകുപ്പിന്റെ സഹായം ലഭിച്ചുവെന്നാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ദിലീപിന്റെ ഭൂമി ഇടപാട് സംബന്ധിച്ച രേഖകളിൽ ഇപ്പോഴും റവന്യൂ വകുപ്പിന് അവ്യക്തതയും നിലനിൽക്കുന്നുണ്ട്. ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ 6 ഏക്കർ 67 സെന്റ് മിച്ചഭൂമിയാണ് ദിലീപ് കൈവശം വച്ചിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ലെസ്ലി ജോൺ, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിൽ PC ജോർജ് MLAയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് PC ജോർജ് ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പരാമർശത്തിന് കാരണമാകുന്ന തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ PC ജോർജിനെയും ചോദ്യം ചെയ്യുന്നത്. സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ദിലീപിനെ ന്യായീകരിച്ചുകൊണ്ട് PC ജോർജ് MLA വിവാദ പരാമർശം നടത്തിയത്. ദിലീപിനെ കൊടുക്കാൻ കോടിയേരി ബാലകൃഷ്ണനും ADGP B സന്ധ്യയും ഒരു തിയേറ്റർ ഉടമയും ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു പരാമർശം. മാത്രമല്ല, കാക്കാട്ട് ജയിലിൽ വെച്ച് പൾസർ സുനി കത്തയച്ചതിന് പിന്നിൽ ജയിൽ സൂപ്രണ്ടും ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് PC ജോർജ് മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം PC ജോർജിൽ നിന്ന് മൊഴിയെടുക്കാൻ തീരുമാനിച്ചത്. ആലുവ റൂറൽ SP AV ജോർജ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. പ്രമാദമായ കേസിൽ ഒരു ജനപ്രതിനിധി തന്നെ പ്രതിക്ക് അനുകൂലമായി സംസാരിച്ചത് ഏതെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ എന്ന് അന്വേഷണ സംഘം ചോദിച്ചറിയും. MLAയുടെ ആരോപണം രാഷ്ട്രീയ പ്രേരിതം എന്നതിനപ്പുറം അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥയ്ക്കും എതിരായതിനാൽ ഇക്കാര്യങ്ങളിൽ കൃത്യമായി ചോദിച്ചറിയും. അതേസമയം തന്നെ വിരട്ടാൻ ആരും നോക്കേണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ ഹാജരാകുമെന്നുമായിരുന്നു PC ജോർജിന്റെ മറുപടി. പിന്നെ ഗൂഢാലോചന നമ്മുടെ ദിലീപിന്റെ കേസിലുണ്ടെങ്കിൽ
എന്നെ ബോധ്യപ്പെടുത്താമെല്ലാം പോലീസിന് ആഗ്രഹമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഫോണിൽ വിളിച്ചാൽ മതി, വരാൻ പറയാം, ഞാൻ സമയം കൊടുക്കാൻ വന്നാൽ മതി, പറഞ്ഞു കൊടുക്കും. ഒരു പൊതുപ്രവർത്തന നിലയിൽ ഇപ്പൊ ഈ ഗൂഢാലോചനയിൽ നമ്മുടെ ദിലീപിനെ കൊടുക്കാൻ ഞാൻ പറഞ്ഞ 3 ആളുകൾ ഗൂഢാലോചന നടത്തി കാണുമെന്നാണ് എന്റെ വിശ്വാസം. അത് പറയാൻ സ്വാതന്ത്ര്യമില്ലേ? രാഷ്ട്രീയ പ്രവർത്തനം അത് പറയും, ഇനിയും പറയും. ഹൈക്കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷ തള്ളിയ പ്രതിക്ക് വേണ്ടി ഒരു ജനപ്രതിനിധി തന്നെ രംഗത്ത് വന്നത് വലിയ ആക്ഷേപങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജുമായി ദിലീപിന് റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ളതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു PC ജോർജിന്റെ വിവാദ പരാമർശവും. തന്നെ അപായപ്പെടുത്താൻ ശ്രമം നടക്കുന്നുവെന്നാരോപിച്ച് PT തോമസ് MLA പാലാരിവട്ടം പോലീസിൽ പരാതി നൽകി. വാഹനത്തിന്റെ ടയറുകളുടെ നട്ടുകൾ ഇളക്കിയെന്നാരോപിച്ചായിരുന്നു പരാതി. ഇന്നലെ വൈകിട്ട് പൊന്നുരുന്നി പാലത്തിന് സമീപമായിരുന്നു സംഭവം. വഴിയാത്രക്കാരാണ് കാറിന്റെ ടയറുകൾ ഇളകിയതായി അറിയിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാറിന്റെ 4 ടയറുകളുടെയും നട്ടുകൾ ഇളകിയതായി കണ്ടെത്തി. തുടർന്ന് ഇന്ന് ഉച്ചയോടെ MLA പരാതി നൽകി. മെഡിക്കൽ കോളേജ് വിവാദത്തിൽ ഉൾപ്പെട്ട വർക്കല SR മെഡിക്കൽ കോളേജ്, ചെർപ്പുളശ്ശേരി കേരള മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ 7 കോളേജുകൾക്ക് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രവേശന അനുമതി നിഷേധിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് MCAയുടെ നടപടി. ഇതോടെ സംസ്ഥാനത്തിന് 1000ഓളം MBBS സീറ്റുകൾ നഷ്ടമാകും. PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, BJP നേതാക്കൾ ഉൾപ്പെട്ട മെഡിക്കൽ കോളേജ് വിവാദത്തിൽ കുടുങ്ങിയ വർക്കല SR മെഡിക്കൽ കോളേജ്, ചെർപ്പുളശ്ശേരി കേരള മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള 7 മെഡിക്കൽ കോളേജുകൾക്കാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇപ്പോൾ പ്രവേശന അനുമതി നിഷേധിച്ചിരിക്കുന്നത്. തൊടുപുഴ അല്ലസർ, പത്തനംതിട്ട മൗണ്ട് സിയോൺ, വയനാട് DM, ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കണ്ണൂർ മെഡിക്കൽ കോളേജ് എന്നിവയാണ് മറ്റ് കോളേജുകൾ. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് MCA ഈ മെഡിക്കൽ കോളേജുകളുടെ പ്രവേശന അനുമതി നിഷേധിച്ചത്. ഈ കോളേജുകൾ MCA മാനദണ്ഡം പാലിക്കുന്നില്ലെന്ന് മെഡിക്കൽ കൗൺസിൽ നേരത്തെ നടത്തിയ പരിശോധനകളിലും കണ്ടെത്തിയിരുന്നു. കണ്ണൂർ മെഡിക്കൽ കോളേജ്, ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ 1 വർഷത്തെ പ്രവേശനവും മറ്റ് 4 മെഡിക്കൽ കോളേജുകളിലെ 2 വർഷത്തെ പ്രവേശനവുമാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തിന് 1000-ലധികം MBBS സീറ്റുകൾ നഷ്ടമാകും. അരുൺ, PV കുട്ടൻ വിവരങ്ങൾ നൽകിയത്. മെഡിക്കൽ കോളേജ് കോഴയിൽ വിശദീകരണവുമായി കോളേജ് ഉടമ R ഷാജി. BJP നേതാവ് RS വിനോദ് പറഞ്ഞതനുസരിച്ചാണ് സതീഷ് നായർക്ക് പണം നൽകിയത് എന്ന് R ഷാജി. അതേസമയം അന്വേഷണവുമായി സഹകരിക്കേണ്ടതില്ല എന്നാണ് BJPയുടെ തീരുമാനം. സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന മെഡിക്കൽ കോളേജ് കോഴ അഴിമതിയിൽ അന്വേഷണം നടത്തുന്ന വിജിലൻസ് സ്പെഷ്യൽ സെൽ യൂണിറ്റ് 3-ലെത്തിയാണ് SR മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്റർ ഉടമ R ഷാജി മൊഴി നൽകിയത്. BJP സംസ്ഥാന സഹകരണ സെൽ കൺവീനറായിരുന്ന RS വിനോദ് പറഞ്ഞിട്ടാണ് താൻ കൺസൾട്ടൻസി എന്ന് പരിചയപ്പെടുത്തിയ സതീഷ് നായർക്ക് കോഴപ്പണം കൈമാറിയതെന്ന് R ഷാജി മൊഴി കൊടുത്തു. മുഴുവൻ തുകയും സതീഷ് നായർ കൈപ്പറ്റിയെന്ന് പറഞ്ഞ ഷാജി നൽകിയ തുക എത്രയാണെന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് മറച്ചുവെച്ചിരിക്കുകയാണ്. കൊടുത്ത പണത്തിന്റെ രേഖകൾ നോക്കിയ ശേഷം തുക അറിയിക്കാമെന്നും രേഖകൾ ഹാജരാക്കാമെന്നും ഷാജി വിജിലൻസ് SP ജയകുമാറിനോട് പറഞ്ഞു. BJP ഭാരവാഹികളായ അന്വേഷണ കമ്മീഷൻ അംഗങ്ങൾ തന്നിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. വേണാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായ RS വിനോദിനോട് കോഴയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും ഷാജി വിജിലൻസിനോട് വെളിപ്പെടുത്തി. വേണാട് കോപ്പറേറ്റീവ് ബാങ്ക് നടത്തുന്ന RS വിനോദ് എന്ന് പറഞ്ഞ ഒരാളിനെ അവർ പരിചയപ്പെടുത്തുന്നത്, അയാൾ എന്നെ വന്ന് കാണുന്നതും അപ്പോൾ എൻ്റെ കൺസൾട്ടനെ കാണാൻ പറയുന്നു. അവർ തങ്ങളിൽ കാര്യങ്ങളെല്ലാം നടത്തുകയായിരുന്നു. RS വിനോദ് BJP ഭാരവാഹി എന്നത് തനിക്ക് അറിയില്ലായിരുന്നു. എത്ര പണം നൽകിയെന്നത് ഓർമ്മയില്ല. താൻ BJPക്ക് പരാതി നൽകിയിട്ടില്ല. സതീഷ് നായരെ നേരിട്ടറിയില്ല. ഒരു BJP നേതാവിനെയും തനിക്കറിയില്ല എന്നിങ്ങനെയുള്ള വർഷങ്ങളായി കേരളത്തിനകത്തും വിദേശത്തും വിവിധ ബിസിനസ്സുകളും കോളേജും മറ്റും നടത്തുന്ന R ഷാജി പറയുന്ന ഈ കാര്യങ്ങൾ കോമൺ സെൻസ് ഉള്ള ആരും വിശ്വസിക്കില്ലെന്നും വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ കോഴ ഇടപാടിൽ സതീഷ് നായർക്കെതിരെ ക്രിമിനൽ നടപടികളുമായി പോകുമെന്നും ഷാജി വ്യക്തമാക്കി. അതേസമയം BJP നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് R ഷാജി മലക്കം മറിഞ്ഞതെന്നാണ് സൂചന. വിജിലൻസിന് മുന്നിൽ പോകേണ്ടതില്ലെന്ന് BJP നേതാക്കൾ നിർദ്ദേശിച്ചെങ്കിലും ഒരു ബിസിനസ്സുകാരനെന്ന നിലയിൽ എനിക്ക് ഭയമുണ്ടെന്നും ഞാൻ പോകുമെന്നും എന്നാൽ BJPക്കെതിരെ ഒന്നും പറയുകയില്ലെന്നും R ഷാജി രാവിലെ തന്നെ BJP നേതൃത്വത്തെ അറിയിച്ചിരുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആറന്മുള മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ തിരിമറി നടത്തിയതിന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശിനെതിരെ പാർട്ടി തലത്തിൽ അന്വേഷണം ആരംഭിച്ചു. കേന്ദ്രത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ലഭിച്ച 87 ലക്ഷം രൂപയിൽ 35 ലക്ഷം രൂപയുടെ കണക്ക് ഹാജരാക്കിയില്ല എന്ന പരാതിയിലാണ് അന്വേഷണം. ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച MT രമേശ് മണ്ഡലത്തിൽ ചിലവാക്കിയ തുകയിൽ 35 ലക്ഷം രൂപയുടെ കണക്ക് നൽകിയില്ല എന്ന പരാതിയിലാണ് നേതൃത്വം MT രമേശിനെതിരെ അന്വേഷണം ആരംഭിച്ചത്. 87 ലക്ഷം രൂപയായിരുന്നു കേന്ദ്ര നേതൃത്വം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചെലവിലേക്കായി നൽകിയിരുന്നത്. ഇതിൽ നിന്നാണ് 35 ലക്ഷം രൂപ അപ്രത്യക്ഷമായതും.
BJP ജില്ലാ പ്രസിഡന്റായിരുന്ന TR അജിത് കുമാറിനെയും അന്വേഷണ സമിതി വിളിച്ചു വരുത്തും. RSSും ഫണ്ട് തിരിമറിയിൽ BJP നേതൃത്വത്തോടൊപ്പം ചേർന്നാണ് അന്വേഷണം നടത്തുന്നത്. മെഡിക്കൽ കോളേജ് അഴിമതിയിൽ MD രമേശിന്റെ പേര് ഇതിനോടകം ഉയർന്നു വന്നിരുന്നു. അതിനിടയിലാണ് തിരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ കണക്ക് നൽകിയില്ല എന്ന പരാതിയിലും MD രമേശിനെതിരെ അന്വേഷണം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. BJP നേതാക്കളുടെ കോഴ ഇടപാടിൽ കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള നേതാക്കളിൽ നിന്ന് അധ്യക്ഷൻ അമിത്ഷാ വിശദീകരണം തേടി. സംഘടനാ ചുമതലയുള്ള നേതാക്കളായ ഭൂപേന്ദർ യാദവ്, നളിൻ കട്ടീൽ എന്നിവരുമായി രാജസ്ഥാനിലാണ് അമിത്ഷാ ചർച്ച നടത്തിയത്. സംസ്ഥാന നേതാക്കളുടെ സ്വത്തിടപാടുകളിൽ RSS കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. അമിത്ഷാ ദില്ലിയിലെത്തിയ ശേഷം സംസ്ഥാന നേതൃമാറ്റം ചർച്ച ചെയ്യും. കോഴ വാങ്ങിയതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട RS വിനോദിന് മാത്രമേ പങ്കുള്ളൂവെന്ന സംസ്ഥാന BJP നേതൃത്വത്തിന്റെ നിലപാടിൽ കേന്ദ്ര നേതൃത്വം അമർഷത്തിലാണ്. JP നദ്ദ, രാജീവ് പ്രതാപ് റൂഡി എന്നിവരടങ്ങിയ കേന്ദ്രത്തിന്റെ പ്രാഥമിക അന്വേഷണ സമിതി ജില്ലാ നേതാക്കൾ വരെ കോടികളുടെ അഴിമതി നടത്തിയെന്നാണ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. അഴിമതിയും റിപ്പോർട്ട് ചോർച്ചയും വിഭാഗീയതയിലൂടെ തകർന്ന നേതൃത്വം എന്ന നിലപാടിലുറച്ച RSS സംസ്ഥാന BJP നേതാക്കളുടെ സ്വത്തിടപാടുകളിൽ രഹസ്യ പരിശോധന നടത്തിയിരുന്നു. കേരളത്തിന് പുറത്തും നേതാക്കളുടെ സ്വത്തിടപാടുകളിലെ അതൃപ്തി RSS നേതൃത്വം കേന്ദ്രത്തെ അറിയിച്ചു. കോടികളുടെ കോഴ ഇടപാടിൽ കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള നേതാക്കളായ ഭൂപേന്ദർ യാദവ്, നളിൻകുമാർ കട്ടീൽ എന്നിവരിൽ നിന്ന് രാജസ്ഥാനിലെത്തിയ അമിത്ഷാ വിശദീകരണം തേടി. RS വിനോദിന് പാർട്ടിയുമായി അടുത്ത ബന്ധം ഉണ്ടാക്കാനായത് കുമ്മനം രാജശേഖരൻ അധ്യക്ഷനായ ശേഷമെന്നാണ് ദേശീയ സംഘടനാ നേതാക്കളുടെയും വിലയിരുത്തൽ. റിപ്പോർട്ട് ചോർന്നതിൽ ആരോപണം നേരിടുന്ന ജനറൽ സെക്രട്ടറി VV രാജേഷ് ഉൾപ്പെടെ 4 ജനറൽ സെക്രട്ടറിമാരുടെ സ്ഥാനചലന ആവശ്യവും RSS ഉയർത്തി. ദില്ലിയിൽ അമിത്ഷാ മടങ്ങിയെത്തിയുടൻ സംസ്ഥാന നേതൃത്വത്തിലെ അഴിച്ചുപണിക്ക് തുടക്കമാകുമെന്നാണ് വിവരം. കോഴ ആരോപണം കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന അധ്യക്ഷന് വൻ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ കുമ്മനം രാജശേഖരനു പകരം മറ്റൊരു നേതാവിനെ ഉയർത്തിക്കാട്ടാനാകാത്തത് ദേശീയ നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നു. മനുശങ്കർ, ദില്ലി. വിൻസെന്റ് MLA റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. MLA പരാതിക്കാരിയെ 2 തവണ പീഡിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. S. ജീവൻകുമാർ ചേരുന്നു. ജീവൻ, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അരുൺ, ഒരുപക്ഷെ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത് സംബന്ധിച്ചുള്ള റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയത്. ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ കേസ് പ്രതി 3 തവണ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതായിട്ടാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നേ ദിവസം, അതായത് 22/7 നിയമസഭയുടെ മുൻപാകെയുള്ള സ്പീക്കറുടെ മുമ്പാകെ ഇത് പറഞ്ഞതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ അടക്കമുള്ള കാര്യങ്ങൾ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. അതോടൊപ്പം പ്രാഥമികമായ അന്വേഷണത്തിൽ 2 ദിവസങ്ങളിലായിട്ടാണ് പീഡനം നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ ഭാഗമായുള്ളത്.